അങ്ങനെ നേപ്പാളിലെത്തിയ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് പൊക്രയിലായിരുന്നു കേട്ടോ. കുറഞ്ഞ പൈസക്ക് തന്നെ അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെ കിട്ടി. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ സർക്കിട്ടിന് ഇറങ്ങി. നമ്മൾ ചൂസ് ചെയ്തിരുന്നത് സൈറ്റ് സീയിങ്ങിന് ഷെയറിംഗ് ആയിട്ട് പോകുന്ന ടൂറിസ്റ്റ് ബസ് ആയിരുന്നു. 1000 നേപ്പാളി റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഈസി ആയിട്ട് പോവാം. ആദ്യത്തെ ലൊക്കേഷൻ തന്നെ മഹാദേവ് കേവ് ആയിരുന്നു. അവിടെ അടുത്തായിട്ട് തന്നെ ഫുള്ള് ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 16th സെഞ്ചുറിയിലാണ് ഈ ഒരു കേവ് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എൻട്രൻസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്താലും നമുക്ക് സുഖമായിട്ട് ഉള്ളിലേക്ക് കയറാം. ഈ ഒരു കോണിപ്പടികൾ ഇറങ്ങി വേണം ഗുഹന്റെ ഉള്ളിലേക്ക് പോകാൻ. സൈഡിലായിട്ട് ഓരോ പ്രതിമകൾ വെച്ചതും അവിടെ ഓരോരുത്തർ കാശ് വെച്ച് പോകുന്നതും നമുക്ക് കാണാം. ഈ ഒരു ചെറിയ ഗേറ്റിനുള്ളിലൂടെ വേണം നമുക്ക് ഗുഹക്കുള്ളിലേക്ക് പോകാനായിട്ട്. കേവിന് പുറത്ത് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും കേവിന്റെ അകത്ത് ഭയങ്കര തിരക്കായിരുന്നു. പ്രധാനമായിട്ടും ലോർഡ് ശിവനെ ആരാധിക്കാനാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഈ ഒരു ശിവന്റെ മുന്നിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാർ ആരാധിക്കുന്നതും പൂജ അർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെയും കുറച്ചുകൂടെ ഇടുങ്ങിയ വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവി ഫോളിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഗുഹയിലെ ചില ഭാഗത്തൊക്കെ ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന ഇടുങ്ങിയ വഴികളായിരിക്കും കേട്ടോ. അതിലൂടെ ചെന്നെത്തുന്നത് നമ്മൾ ഈ വിശാലമായ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ദേവി ഫാളിന്റെ ഒരു ഭാഗം കാണാൻ പറ്റുക. ഗോവയുടെ പലയിടങ്ങളിലായിട്ട് പല പ്രതിമകളെയും പിന്നെ അവിടെ കൗഷഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പോയത് ദേവീസ് ഫാളിലേക്കാണ്. കേവിൽ 100 നേപ്പാൾ മണിയാണെങ്കിൽ ഇവിടെ 150 നേപ്പാൾ മണിയാണ് എൻട്രൻസ് ഫീ. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും ടിക്കറ്റ് എടുത്ത് വരാൻ മാത്രം ഇവിടെ ഒന്നുമില്ല കേട്ടോ. ദേവി ഫാൾ നമ്മൾ കണ്ടതിന്റെ ഇപ്പുറത്തെ ഭാഗം ഒന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി ഓറഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ട്